ഇന്ന് സ്കൂൾ അവധി ആയതുകൊണ്ട് കുട്ടികളെല്ലാവരും വീട്ടിലുണ്ടായിരുന്നേ. അപ്പോൾ അവർക്കൊരാഗ്രഹം എവിടേക്കെങ്കിലും ഒന്ന് കറങ്ങാൻ പോയാലോന്ന്. അപ്പോൾ പിന്നെ ഞങ്ങളും കരുതി എന്നാൽ പിന്നെ പോകാമെന്ന്. പിന്നെ അടുത്ത വിഷയം എവിടെ പോകുക എന്നുള്ളതായിരുന്നു. അതും ഞങ്ങൾ കണ്ടെത്തി ട്ടോ. മട്ടപ്പാറ കോറി കയറാൻ പോവാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങളിത് എല്ലാവരും കൂടെ മട്ടപ്പാറ കോറി കയറാൻ വേണ്ടി വന്നിട്ടുണ്ടേ. അമ്പലവയൽ റൂട്ടിനാണ് കേട്ടോ മട്ടപ്പാറ എന്ന് പറഞ്ഞ സ്ഥലമുള്ളത്. മട്ടപ്പാറ ഇറങ്ങി കുറച്ച് മുകളിലേക്ക് കയറിയാൽ തന്നെ കോറിയായി ട്ടോ. അങ്ങനെ ഞങ്ങളിത് എല്ലാവരും കോറി കയറാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഞങ്ങൾ വരുമ്പോൾ ഒരുപാട് മിഠായികളൊക്കെ വാങ്ങിച്ചിട്ടാട്ടോ വന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ വീട്ടിൽ നിന്ന് കോറി വരെ നടന്ന് വരുമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു എല്ലാവരും കൂടെ നടന്ന് വരാനായിട്ട്. പണ്ട് നമ്മൾ മിഠായിയൊക്കെ കഴിച്ച് കൂട്ടുകാരുടെ കൂടെ നമ്മൾ സ്കൂളിലേക്ക് പോവുകയും തിരിച്ച് വീട്ടിലേക്ക് വരികയും ചെയ്യില്ലായിരുന്നോ. അതേപോലെ തന്നെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ എല്ലാവരുടെ കൂടെ ഇങ്ങനെ നടന്ന് വരാനായിട്ട്. അങ്ങനെ ദേ ഞങ്ങൾ പാറ കയറാൻ വേണ്ടി റെഡി ആവുകയാണ്. നീതുവും കുട്ടികളൊക്കെ ദേ ആദ്യം തന്നെ മേലെ പോയിട്ട് സീറ്റ് പിടിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ദേ ഏട്ടൻ എന്നെ കൈ പിടിച്ച് മേലേക്ക് കയറ്റാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് റിസ്ക് ഉണ്ട് കേട്ടോ ഒന്ന് മേലെ കയറി കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ കുറച്ച് റിസ്ക് എടുക്കണമല്ലോ. അങ്ങനെ ദേ എന്തായാലും ഞാനൊക്കെ മേലെ കയറിയേ. ആദ്യം കയറിയവരൊക്കെ ഇതേ സീറ്റ് പിടിച്ച് ഇങ്ങനെ ഇരിക്കുക. ഓരോരുത്തരിങ്ങനെ ടയേർഡായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കയറിയ പാടെ സീറ്റൊക്കെ പിടിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ ഇഷ്ടം പോലെ പാറകളാണ് ഇവിടെ കൂടെ. പിന്നെ എന്താ പറയുക നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദേ ഈ ഒരു പാറക്കുഴി കണ്ടോ ഇവിടെയൊക്കെ മഴക്കാലത്ത് നന്നായിട്ട് വെള്ളം നിറയത്രേ. അപ്പോൾ മഴക്കാലത്തൊന്നും നമുക്ക് ഇവിടേക്ക് വരാൻ പറ്റില്ല കേട്ടോ. ഈ ഒരു വേനൽക്കാലത്ത് മാത്രമേ ഇങ്ങോട്ടേക്ക് വരാനും ഇവിടെ വന്നിരിക്കാനൊക്കെ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങളെല്ലാവരും മുകളിലെത്തി കേട്ടോ. അപ്പോൾ ഇതേ നല്ല വെയിലുണ്ട്. പക്ഷെ നല്ല കാറ്റുള്ളത് കൊണ്ട് വെയിലത്ര അറിയില്ല. ഇവിടുന്ന് എവിടെ നോക്കിയാലും പാറകളും മലകളും ഒക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് ആ കാണുന്ന പാറ കണ്ടോ അതൊരു ആനേൻ്റെ ഷേപ്പാണ്. അതിൻ്റെ അടുത്ത് പോയിട്ടുള്ളൊരു വീഡിയോ അടുത്ത ഇതായിട്ട് ചെയ്യാമേ. അങ്ങനെ ഞങ്ങളിത് എല്ലാവരും ഞങ്ങളുടെ ഇരിപ്പിടത്തിലിരുന്ന് ഓരോ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത്രയും അടുത്ത് ഇങ്ങനെ ഒരു കോറി ഉണ്ടായിട്ട് ഞങ്ങൾ ഇതുവരെ ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ കുറേ നേരം ഞങ്ങളിത് ഇങ്ങനെ ഓരോ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഓരോ കഥകളൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരുന്നു കേട്ടോ. പിന്നെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് നേരം അങ്ങനെ പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് സമയം നോക്കിയപ്പോൾ ഒരുപാട് സമയമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഇതേ തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് പാറയുടെ മുകളിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഞങ്ങൾ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ കേട്ടോ. കുട്ടികൾക്ക് ആർക്കും വീട്ടിലേക്ക് വരാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ കുറേ നേരം വിളിച്ചു കേട്ടോ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് നേരമായിട്ടുണ്ടായിരുന്നു. ദേ ഇത് കണ്ടില്ലേ ഇവനെയൊക്കെ ഞങ്ങൾ ഒരുപാട് നേരമായി വിളിക്കുന്നു വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട്. ആർക്കും വീട്ടിലേക്ക് വരാൻ താല്പര്യമില്ല. എല്ലാവരും കളീൻ്റെ തിരക്കിലാണ്. ഓരോരുത്തരും ഓരോ ഭാഗത്താണ് കേട്ടോ. ഒരാൾ ഇങ്ങോട്ടേക്ക് വിളിക്കുമ്പോഴത്തേക്കും ഒരാൾ അങ്ങോട്ട് ഓടും. അങ്ങനെ ഞങ്ങളിതേ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കളിക്കാനുള്ളൊരു മൂഡിലാണ്. അപ്പോൾ ദേ ദീപു ഇങ്ങനെ വന്നിട്ട് വീഡിയോ എടുക്കല്ലേ എന്ന് പറയാണ് കേട്ടോ. പക്ഷെ ഞാൻ അപ്പോഴത്തേക്കും വീഡിയോ എടുത്തു കേട്ടോ. പിന്നെ ദേ എല്ലാവരും കൂടെ ദേ ഇവിടെ കയറിയിരുന്നു. അവിടെ കയറിയിട്ട് കുറച്ച് പേര് പാറയിൽ പേരെഴുതുന്നുണ്ട്. കുറച്ച് പേര് ഓടി കളിക്കുന്നുണ്ട്. അവിടെ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എന്തായാലും ഞങ്ങൾക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കുട്ടികളെ കൊണ്ട് പാറ കയറാൻ പോയപ്പം. പക്ഷെ അവർ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് തന്നെ കളിച്ചു കേട്ടോ. കണ്ണിൽ കഷ്ടപ്പെട്ട് അവൻ്റെ പേര് അവിടെ എഴുതി പിടിപ്പിക്കുകയാണ് കേട്ടോ. എന്തൊക്കെയല്ല അവൻ്റെ പേരവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി അടുത്ത കലാപരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് പാറയിലേക്ക് ഇവിടുന്ന് കല്ലെറിയുക. ഇതാണ് ഇനി കളി. അപ്പോൾ ഞങ്ങൾ എഴുതുന്നാൽ പിന്നെ അതും കൂടെ കഴിഞ്ഞിട്ട് ഒരുമിച്ച് അങ്ങ് പോവാന്ന്. അങ്ങനെ എന്തായാലും കുട്ടികളെയൊക്കെ പെറുക്കി ഞങ്ങളിത് താഴെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്ന പാറയുടെ മുകളിലായിരുന്നു കേട്ടോ ഞങ്ങൾ ഇത്രയും നേരം ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ കണ്ടില്ലേ എല്ലായിടത്തും ഈ പാറകൾ മാത്രമേ ഉള്ളൂ. പാറകളുടെ മുകളിലൂടെയാണ് കേട്ടോ ഈ പുല്ലുകളൊക്കെ മുളച്ചുണ്ടായിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ വിചാരിച്ചു ഇത്രയും പാറ ഉള്ളത് കൊണ്ടാണോ മട്ടപ്പാറ എന്ന് ഇവിടെ പേര് വന്നത് എന്ന് കേട്ടോ. അറിയില്ലേ. അങ്ങനെ ഇതേ ഞങ്ങൾ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടികൾ രണ്ടുപേരും ടയേർഡായിട്ടോ. അങ്ങനെ വരുന്ന വഴിക്ക് ഇതേ നല്ലൊരു പൂവ് കണ്ടു കേട്ടോ. 2 കളറൊക്കെ ആയിട്ട്. പക്ഷേ ഇതിൻ്റെ പേര് ഞങ്ങൾക്കറിയില്ല. പക്ഷേ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങളിതേ കുപ്പംമുടി എത്തി. ഇതാണ് കേട്ടോ കുപ്പംമുടി കോഫി എസ്റ്റേറ്റ്. ഞാൻ മുന്നത്തെ വീഡിയോയിൽ കോഫി എസ്റ്റേറ്റിൻ്റെ ചെറിയൊരു ഭാഗം ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കോഫി എസ്റ്റേറ്റിലേക്ക് പോകുന്നൊരു എൻട്രൻസ് ആണ് ഇവിടെ. ഇവിടേക്ക് നമുക്കൊന്നും പ്രവേശനമില്ല. അവിടെ ജോലി ചെയ്യുന്നവരും അവിടെ താമസിക്കുന്നവരും ഗസ്റ്റുകൾക്കും മാത്രമേ അങ്ങോട്ട് പ്രവേശനമുള്ളൂ കേട്ടോ. പിന്നെ ഞങ്ങൾ കുപ്പംമുടി ടൗണിലെത്തി. കുറച്ച് മിഠായിയൊക്കെ വാങ്ങിക്കാമെന്ന് കരുതി കടയിൽ കയറിയതാണേ. ഇത് ഞങ്ങളുടെ ഉപ്പച്ചിയുടെ ഉമ്മച്ചിയുടെയും കടയാണേ. അപ്പോൾ ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ അമ്പലവയൽ ബത്തേരി റൂട്ടിൽ പോകുന്നവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് സാധനങ്ങൾ വാങ്ങിക്കണം എന്ന് തോന്നിയാൽ ഇവിടെ കയറി വാങ്ങിച്ചോളൂ കേട്ടോ. അത്യാവശ്യ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ കടയുടെ ഓപ്പോസിറ്റായിട്ട് ഉപ്പച്ചിയും ഉമ്മച്ചിയും കൂടെ ചെറിയ രീതിയിലൊരു ചായക്കടയുണ്ട്.
ആ നിൽക്കുന്നതാണ് ഉമ്മച്ചിയും ബാവുക്കാക്കിയൊക്കെ. ഉപ്പച്ചീനെ കടേൻ്റെ ഉള്ളിലുണ്ടാവേ. കുറേ വർഷമായിട്ട് അവരിവിടെ ചായക്കട ഇട്ടിട്ട്. ഇതാണ് ഞങ്ങളുടെ ബാവുക്കാക്ക. പിന്നെ ഇതാണ് ഉപ്പച്ചീൻ്റെ ഉമ്മച്ചീൻ്റെയും ചെറിയൊരു ചായക്കട കേട്ടോ. അപ്പോൾ ഇവിടെ ചായക്ക് കഴിക്കാനായിട്ട് നല്ല പഴംപൊരിയും ഉള്ളിവടയും പരിപ്പ് വടയും പത്തിരി എല്ലാം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിലെ പാസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കയറി ചായയും ഈ പലഹാരങ്ങളൊക്കെ ഒന്ന് കഴിച്ച് നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഒരു 7 മണിയോടുകൂടി ഞങ്ങൾ താത്തേൻ്റെ വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ താത്ത ഞങ്ങൾക്ക് നല്ല കഴിക്കാനായിട്ട് നല്ല ചായയും പലഹാരങ്ങളൊക്കെ തന്നിരുന്നേ. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങളെല്ലാവരും വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോസ്.